വെൽക്കം ടു ഓൾ. നമ്മൾ പോളിഗോണം ടൈപ്പ് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി അടുത്ത ഒരെണ്ണമാണ് അലിയം ടൈപ്പ് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ്. ഈ അലിയം ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ബൈസ്പോറിക് ഡെവലപ്മെൻറ്റിന് എക്സാമ്പിളാണ്. ബൈസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേത് മോണോസ്പോറിക് ഡെവലപ്മെൻ്റ് ആയിരുന്നു. അതായത് ഒരു സെല്ലിൽ നിന്നാണ് ഡിവിഷൻ നടന്നത്. അതായത് ഒരു സെല്ലിൽ നിന്നായിരുന്നു നമ്മുടെ ടോട്ടൽ ഒരു എംബ്രിയോസാക് ഡെവലപ്പ് ചെയ്തത്. ഇനി ഇവിടെയാണെങ്കിൽ 2 സെല്ലിൽ നിന്നാണ് നമ്മുടെ എംബ്രിയോസാക് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അതായത് 7 സെല്ലുകളും 8 ന്യൂക്ലിയസുകളുള്ള സെല്ലായിട്ട് മാറാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറായിട്ട് മാറാൻ പോകുന്നത് 2 സെല്ലിൽ നിന്നാണ്. അതുകൊണ്ടാണ് ബൈസ്പോറിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞത്. ഈ ബൈസ്പോറിക് ഡെവലപ്മെൻറ്റിന് എക്സാമ്പിളാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരെണ്ണം തന്നെയാണ് അലിയം ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അലിയം ടൈപ്പ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ പിക്ചർ ഓർമ്മയുണ്ടോ? നമ്മുടെ ഒവ്യൂളിൻ്റെ TS ആയിരുന്നു. ഇതിലെങ്ങനെയാണ് നടക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അലിയം ടൈപ്പിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ആദ്യം ഒരു സെല്ലുണ്ടാവും, ഒരു പ്രൈമറി സെല്ലുണ്ടായിരിക്കും. ഈ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 സെല്ലുകളായിട്ട് മാറും. ഇത് ചിലപ്പോൾ ഇങ്ങനെ വോൾ ഫോർമേഷൻ നടക്കണമെന്നില്ല, നമുക്കിപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഒരു സെല്ലിൻ്റെ അകത്ത് 2 ന്യൂക്ലിയസ് ഉള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറാമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എങ്ങനെയാവാണ്, 2 വോൾ ഫോർമേഷൻ നടന്നിട്ടുള്ള സെല്ലുകളാവാമെന്ന് വിചാരിക്കുക. ഇതാണ് ഡയാഡ്. ഇതാണ് ഡയാഡ്. ഓക്കെ, ഇതാണ് ഡയാഡ്. ഈ ഡയാഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരയ്ക്കാം. ഓക്കെ, ഇതൊരു ഒവ്യൂളിൻ്റെ അകത്തിരിക്കുന്ന സ്ട്രക്ചറാണ്. നമ്മുടെ എംബ്രിയോസാക് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നതിനേക്കാട്ടും മുന്നുള്ള സ്ട്രക്ചറാണ് കേട്ടോ. എംബ്രിയോസാക് ഇവിടെയാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചലാസൽ എൻഡാണ്. ഇത് മൈക്രോപൈൽ എൻഡാണ്. ഓക്കെ, ഇത് മൈക്രോപൈൽ എൻഡാണ്, ഇത് ചലാസൽ എൻഡാണ്. അപ്പോൾ ഈ ഡയാഡ് ഫോം ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈ ഡയാഡ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഒരു സെല്ലിവിടെ ഇങ്ങനെയാണ് ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ, ഇതിൽ അലിയം ടൈപ്പിൽ ചലാസൽ എൻഡിലുള്ള സെല്ലുണ്ടല്ലോ, അതായത് ഈ സെല്ല്, ആ സെല്ല് എന്ത് ചെയ്യും, ഫർദർ ഡിവിഷൻ നടക്കും. അതായത് ഈ സെല്ല്, താഴെയുള്ള ഈ ഡാർക്കൻ ചെയ്തിട്ടുള്ള സെല്ല്, മൈക്രോപൈലിൻ്റെ സൈഡിലുള്ള സെല്ല് ഡീജനറേറ്റ് ചെയ്ത് പോവുകയാണ്, അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്ത് പോവുകയാണ് എന്നാണ് അതിൻ്റെ മീനിങ്. അതിൻ്റെ ഉള്ളിലുള്ളത് നോക്കിയാൽ ഇങ്ങനെ, ഇത് ചലാസൽ സൈഡാണ്, ഇത് മൈക്രോപൈൽ സൈഡാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സെല്ല് നശിച്ചു പോകുന്നത് നമ്മളെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്? ഇങ്ങനെയായിരുന്നു അല്ലേ, ഒരു ചന്ദ്രക്കല പോലെയുള്ള സ്ട്രക്ചർ വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെയല്ലേ മൈക്രോപൈൽ എൻഡ്, ഇതല്ലേ ചലാസൽ എൻഡിലുള്ള സെല്ലാണ് എന്തായി മാറാൻ പോകുന്നത്, ഇനി ഡിവിഷൻ നടക്കാൻ പോകുന്നത്. മൈക്രോപൈൽ എൻഡിലുള്ള സെല്ല് ഡിഗ്രേഡ് ചെയ്ത് പോയി. ഓക്കെ, അതിങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഡയാഡ് ഫോം ചെയ്തു. ആദ്യം നമ്മുടെ സെല്ലിൽ നിന്ന് ഡയാഡ് ഫോം ചെയ്തു. ആ ഡയാഡ്, ഇത് മിയോസിസ് നടന്നിട്ടാണ് ഡയാഡ് ഫോം ചെയ്തത്. അങ്ങനെ മിയോസിസ് നടന്ന് ഡയാഡ് ഫോം ചെയ്തിട്ട് ചലാസൽ എൻഡിലുള്ള സെല്ല് മാത്രം അവിടെ നിന്നു. മറ്റേ സെല്ല്, മൈക്രോപൈലിൻ്റെ സൈഡിലുള്ള സെല്ല് ഡിഗ്രേഡ് ചെയ്ത് പോയി. ഇനിയിപ്പോൾ ചലാസൽ സൈഡിൽ ഒരു സെല്ലുണ്ട് അല്ലേ, ഈ സെല്ല് 2 എണ്ണമായിട്ട് മാറും. ഈ സെല്ല് 2 സെല്ലായിട്ട് മാറും. 2 സെല്ലായിട്ട് മാറും ഇങ്ങനെ. ഇതൊക്കെ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? നമ്മുടെ എംബ്രിയോസാക് ആവാൻ പോകുന്ന ആ ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് വെച്ച് നടക്കുന്നതാണ്. ഓക്കെ, 2 സെല്ലുകളായി മാറി. ഈ 2 സെല്ലുകൾ 2 സ്ഥലത്തേക്ക് മൂവ് ചെയ്യും, 2 പോളിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് ഇവിടെ എന്ത് നടക്കും? ഫസ്റ്റ് ഡിവിഷൻ നടക്കും. ഫസ്റ്റ് ഡിവിഷൻ നടന്നിട്ട് 2 സെല്ലുണ്ടാവും. പിന്നെയും ഡിവിഷൻ നടന്നിട്ട് മൊത്തം 4 സെല്ലുകൾ ഈ ഒരു പോർഷനിൽ ഫോം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യും? മൊത്തം 4 സെല്ലുകൾ ഫോം ചെയ്യും. അപ്പോൾ ടോട്ടൽ ഇവിടെ 4 എണ്ണമായി, ഇവിടെ 4 എണ്ണമായി. 4, ഇവിടെയും 4 സെല്ലുകൾ. ഇനി ഇവിടുത്തെ ഒരു ന്യൂക്ലിയസും, ഇതൊക്കെ ന്യൂക്ലിയസുകളാണ്, ഇവിടുത്തെ ഒരു ന്യൂക്ലിയസും ഇവിടുത്തെ ഒരു ന്യൂക്ലിയസും, ഈ 2 ന്യൂക്ലിയസുകൾ തമ്മിൽ സെൻറ്ററിലേക്ക്, ഈ ഒരു സ്ട്രക്ചറിൻ്റെ സെൻറ്ററിലേക്ക് പതുക്കെ വരും. അപ്പോൾ ഈ 2 ന്യൂക്ലിയസുകൾ എന്തായി, സെൻറ്ററിൽ വന്നു നിന്നു. ഓക്കെ, സെൻറ്ററിലേക്ക് 2 ന്യൂക്ലിയസുകൾ വന്നു. ബാക്കി മുകളിൽ 3 ന്യൂക്ലിയസുകളുണ്ട്. അതുപോലെ താഴത്ത് ചലാസൽ സൈഡ്, മൈക്രോപൈൽ സൈഡ്. ഓക്കെ, അത് മറക്കണ്ട.
ഇനി ഈ 3 സെല്ലുകൾ എന്തായി? 3 സെല്ലുകൾക്ക് പതുക്കെ വോളുകളൊക്കെ ഫോം ചെയ്യും. സെല്ലുകൾക്ക് വോളുകൾ ഫോം ചെയ്യും. ഓക്കെ, 3 എണ്ണം, ഇവിടെ 3 എണ്ണം, പിന്നെ നമ്മുടെ സെൻറ്ററിലുള്ള 2 ന്യൂക്ലിയസ് ഉള്ള ഒരു സെല്ല്. ഇത് എഗ്ഗാണ്, ഇത് 2 സൈനർജിഡ്സ് ആണ്, 3 ആൻറ്റിപോഡൽസ് ആണ്, ചലാസൽ എൻഡ്, മൈക്രോപൈൽ എൻഡ്. ഓക്കെ, ഇങ്ങനെയാണ് അലിയം ടൈപ്പിൽ നടക്കുന്നത്. അപ്പോൾ അലിയം ടൈപ്പിൽ എന്താ നടക്കുന്നത്? ഡയാഡാണ് ഫോം ചെയ്യുന്നത്. മറ്റേത് നമ്മുടെ പോളിഗോണോൺ ടൈപ്പിൽ പറഞ്ഞപ്പോൾ അവിടെ ഒരു ടെട്രാഡ് ഫോം ചെയ്തിരുന്നു അല്ലേ? ഒരു 4 സെല്ലുള്ള ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് അവിടെ ഫോം ചെയ്തിരുന്നത് അല്ലേ? എന്നിട്ട് അവിടെ നിന്ന് 3 എണ്ണം ഡിഗ്രേഡ് ചെയ്ത് പോവാണ് ഉണ്ടായത്. പിന്നീട് ഒരെണ്ണത്തിൽ നിന്നാണ് ഡെവലപ്മെൻറ്റ് നടന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ 4 എണ്ണാണ് ഉണ്ടായത് അല്ലേ? ഇവിടെ 2 എണ്ണാണ് ഉണ്ടായത്. ഡിവൈഡ് ചെയ്തിട്ട് മിയോസിസ് നടന്നിട്ട് 2 സെല്ലുണ്ടായി. ആ 2 സെല്ല് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ടെട്രാഡായി മാറിയില്ല. ആ ഡയാഡ് തന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ഡയാഡിൻ്റെ ചലാസൽ എൻഡിലുള്ള ഭാഗം മാത്രം അവിടെ നിന്ന് മൈക്രോപൈൽ എൻഡിലുള്ള സെല്ല് എന്തായി? ഡിഗ്രേഡ് ചെയ്ത് പോയി. പിന്നീട് എന്തായി? അത് മൈറ്റോസിസ് ഡിവിഷൻ മൈറ്റോസിസ് നടന്നു. ഇവിടെയും മൈറ്റോസിസ് നടന്നു. അങ്ങനെ മൈറ്റോസിസ് നടന്നിട്ട് മൊത്തം 8 സെല്ലുകളായിട്ട് മാറി, അല്ലെങ്കിൽ 8 ന്യൂക്ലിയസുകളായിട്ട് മാറി. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ന്യൂക്ലിയസുകളാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. ന്യൂക്ലിയസുകളിൽ ഡിവൈഡ് ചെയ്തു. കാരണം അപ്പോഴൊന്നും വോൾ ഫോർമേഷൻ നടന്നിട്ടില്ല. വോള് ഫോം ചെയ്താലല്ലേ നമ്മൾ സെല്ലെന്ന് പറയുള്ളൂ. അപ്പോൾ മൊത്തം 8 ന്യൂക്ലിയസുകൾ അവിടെ ഫോം ചെയ്തു. പിന്നീട് 8 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം മിഡിലേക്ക് വന്നു. അവരൊരു വോള് ഫോം ചെയ്തു, പോളാർ ന്യൂക്ലിയസ് ആയി. അതുപോലെ മുകളിൽ നമ്മുടെ ചലാസൽ സൈഡിൽ, മുകളിലെന്ന് പറയുമ്പോൾ ചലാസൽ സൈഡ് എന്ന് പറയുക, അല്ലെങ്കിൽ മുകളിലെന്ന് പറയുമ്പോൾ മൈക്രോപൈൽ എന്ന് പറയുക. ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വരച്ച ഡയഗ്രത്തിൽ ഏതാണോ അവിടെ കറക്റ്റായിട്ട് ചലാസൽ എൻഡിലാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് ആൻറ്റിപോഡൽസ് തന്നെ അടയാളപ്പെടുത്തുക. മൈക്രോപൈൽ എൻഡിലാണെന്നുണ്ടെങ്കിൽ 2 സൈനർജിഡ്സും എഗ്ഗും തന്നെ അടയാളപ്പെടുത്തുക. അത് മറക്കരുത്. ഓക്കെ, ഇവിടെ നിന്ന് തൊട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഇവിടെ മുതലുള്ള ഈ ഒരു പോർഷൻ മുതലുള്ള ഡെവലപ്മെൻറ്റ് നമ്മുടെ പോളിഗോണോൺ ടൈപ്പ് പോലെ തന്നെയാണ്. ആകെ ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ മാത്രമേ അലിയവും പോളിഗോണവും തമ്മിൽ ഒരു ഡിഫറൻസ് വരുന്നുള്ളൂ. അത് കറക്റ്റായിട്ട് നോക്കിയാൽ മതി. മറ്റേതിൽ ടെട്രാഡ് ഫോം ചെയ്തു, ഇവിടെ ആണെങ്കിൽ ഡയാഡ് ഫോം ചെയ്തു. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഡയാഡ് ഫോം ചെയ്തിട്ട് വന്ന കാരണമാണ് അതിനെന്ത് പറഞ്ഞാൽ നമ്മൾ ബൈസ്പോറിക് ആയിട്ടുള്ള ഇതിന് എക്സാമ്പിളാണ് അലിയം എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? എന്താണെന്ന് ഇതൊരു എക്സാമ്പിളാണ്. ആദ്യം ഒരു സെല്ലുണ്ടായി, അത് ഡിവൈഡ് ചെയ്ത് അത് ഡയാഡായി മാറി. ഈ ഡയാഡിൽ നിന്ന് ചലാസൽ എൻഡിലുള്ള ഒരു സെല്ല് മാത്രം നിന്ന് നമ്മുടെ മൈക്രോപൈൽ എൻഡിലുള്ള സെല്ല് പോയി. ദെൻ അത് ഡിവൈഡ് ചെയ്തപ്പോൾ 2 ന്യൂക്ലിയസുകൾ വന്നു. ഈ 2 ന്യൂക്ലിയസുകൾ 2 സൈഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു, സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു. മൊത്തം 8 ന്യൂക്ലിയസുകൾ ഫോം ചെയ്തു. പിന്നീട് അവർക്ക് വോൾ ഫോർമേഷനൊക്കെ നടന്നു. അങ്ങനെയാണ് എന്തുണ്ടായത്? നമ്മുടെ അലിയം ടൈപ്പിൽ നടന്നു. അപ്പോൾ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എല്ലാം തമ്മിൽ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പമായിരിക്കും എല്ലാതും. ഓക്കെ, എളുപ്പമല്ലേ എന്ന് പറഞ്ഞത്? അലിയൻ ടൈപ്പാണ് പറഞ്ഞത്. ബൈസ്പോറിക് എംബ്രിയോസൈക്ക് ഡെവലപ്മെൻറ്റിൻ്റെ എക്സാമ്പിളായിരുന്നു ഇത്.